ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരുടെയും പ്രിയങ്കരനായ ലാലേട്ടൻ ഇപ്പോൾ ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. ശബരിമല ദർശനത്തിനായി, അയ്യപ്പ ദർശനത്തിനായി അദ്ദേഹം എത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും ഇത് വളരെ എന്താ പറയുക, ഒരു നടനായതുകൊണ്ട് തന്നെ അദ്ദേഹം എത്തിയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് മഹാനടനെ കാണാനായിട്ട്. എന്തായാലും മനസ്സമാധാനമായിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ മതിയായിരുന്നു അല്ലേ. ഒരു സിനിമാ നടനൊക്കെ ആവുമ്പോൾ അദ്ദേഹത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ പറ്റാത്ത രീതിയിൽ തിക്കും തിരക്കും കൂട്ടിയാണ് ജനങ്ങൾ അദ്ദേഹത്തെ വലയ്ക്കുന്നത് എന്ന് വെച്ചാൽ അതിപ്പോൾ കുറ്റം പറയേണ്ട കാര്യമില്ല. അത്രയ്ക്കും വലിയൊരു മഹാനടനാവുമ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായിട്ട് ആൾക്കാർ തിങ്ങിക്കൂടുന്നതാണ്. ഇവിടെ എമ്പുരാൻ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഒരുക്കങ്ങളായിട്ടാണ് പമ്പയിൽ വന്ന് അതിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്ത് ശബരിമലയ്ക്ക് മല കയറുന്നത്. ആ രംഗങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പണ്ട് മുതലേ വളരെ വലിയൊരു ഈശ്വരവിശ്വാസിയാണ് മോഹൻലാൽ. അദ്ദേഹം മാത്രമല്ല, ഇപ്പോൾ ഓരോ മനുഷ്യനായാലും അവരവരുടെ ദൈവത്തെ അവരവർ വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് പിറകിൽ നിന്ന് നമുക്കെല്ലാം ചെയ്യാനൊരു ശക്തിയുണ്ടല്ലേ. ആ ഒരു ശക്തിയായിരിക്കാം നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്നത് നമ്മുടെ ഈശ്വരനെയാണ്. ആ ഈശ്വരനായിരിക്കാം നമ്മുടെ സങ്കടങ്ങളിൽ പാതി മാറ്റുന്നത് എന്നുള്ള വിശ്വാസമാണ് നമുക്ക് ഓരോ ജനങ്ങൾക്കും. എന്തായാലും മോഹൻലാലും പണ്ട് മുതലേ ഈശ്വര വിശ്വാസിയാണ്. അദ്ദേഹത്തിൻ്റെ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ഈശ്വരന് വന്ന് കാണുകയും അദ്ദേഹത്തിനോട് പറയുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളാണ്. അതിനുവേണ്ടി സമയം കണ്ടെത്താനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അതിൻ്റെ കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ശബരിമലയ്ക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മുന്നൊരുക്കങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ആ ഒരു പൂജയും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞാണ് ശബരിമലയ്ക്ക് മല കയറുന്നത്. അപ്പോൾ തന്നെ ഒരുപാട് ജനങ്ങൾ അവിടെ തിങ്ങിക്കൂടിയിരുന്നു. അദ്ദേഹത്തെ സമാധാനമായിട്ട് അദ്ദേഹത്തെ ഈശ്വരനെ തൊഴുത് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇത്രയധികം ആൾജനങ്ങൾ കൂടിയെങ്കിലും അദ്ദേഹത്തിന് നല്ല സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം അവിടെ ഒരുക്കിയിരുന്നു. പോലീസ് ഓഫീസേഴ്സും മറ്റ് പ്രവർത്തകരും എല്ലാം വളരെ നല്ല രീതിയിലാണ് അദ്ദേഹത്തെ ഹാൻഡിൽ ചെയ്തത്. ഒരുപാട് മീഡിയക്കാരും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു ലാലേട്ടനെ ഇതൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട്. എന്തായാലും പടിയൊക്കെ പൂജ ചെയ്ത് കയറിപ്പോകുന്ന രംഗങ്ങളൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. എല്ലാവരുടെയും കമൻറ്റും സപ്പോർട്ടും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ.